വർദ്ധിച്ചു വരുന്ന ലഹരി അത് വരും തലമുറകൾക്ക് ഇനി ദോഷകരമായിട്ട് ബാധിക്കും. സ്കൂളിലെ പെട്ടിക്കടകളിലും തട്ടുകടകളിലും ഇത് മാത്രമേ വെക്കണുള്ളൂ. പണ്ടത്തെ പോലെയല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ സർവീസൊക്കെ ഇത്തിരി കുഴപ്പമില്ല, മരുന്നൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഹോട്ടലുകളും ഇന്നത്തെ കാലത്ത് വൃത്തി എന്ന് പറയുന്നില്ല, ഒരു ഹോട്ടലിലും ഇല്ല. ഇപ്പോഴത്തെ ഫുഡും ഒന്നും എല്ലാം മായം ചേർന്നത് കൊണ്ടാണ് ആളുകൾക്ക് അസുഖം. നടന്നു കഴിയുമ്പോൾ തന്നെ നമ്മളെ ശരീരത്തിന് കുറേ എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇന്ന് ലോക ആരോഗ്യ ദിനം. ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അറിയുന്നതിനായി ഡോക്ടർ ലൈവ് TV ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ സുഭാഷ് പാർക്കിലാണ്. ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇന്ന് ലോക ആരോഗ്യ ദിനമായതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചടഞ്ഞു കൂടിയിരിക്കുന്ന കുറച്ച് പേരെൻ്റെ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് നല്ല ഒരു എനർജിക്ക് ആകട്ടെ എന്ന് കരുതിയിട്ടുള്ള ഇന്ന് ആ ഒരു ദിവസമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കണതാണ്. എല്ലാവരും നല്ല ഭംഗിയായ രീതിയിൽ സന്തോഷമൊക്കെ പങ്കുവെച്ച് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നമ്മളെ മനസ്സിനൊക്കെ ഒരു ഉഷാറായി ഉണർവ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. എല്ലാവരും നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക, അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. ആരോഗ്യമേഖല കുഴപ്പമില്ല, പക്ഷേ കുറച്ചും കൂടെ മെച്ചപ്പെടണമെന്ന് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ സർവീസൊക്കെ ഇത്തിരി കുഴപ്പമില്ല, മരുന്നൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, ഷുഗർ, പ്രഷർ, സ്ഥിരം ഇതായിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ ഏജ് കുറവ്. എൻ്റെ ഏജിലുള്ളവരൊക്കെ തന്നെ ഇപ്പോഴും പ്രഷറിനും ഷുഗറിനെയൊക്കെ അഡിക്റ്റാണ്. അപ്പോൾ അവർക്ക് മരുന്ന് ഒക്കെ എന്തായാലും സ്ഥിരമായിട്ട് അവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഡോക്ടേഴ്സിൻ്റെ സേവനം ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. വേറെ പണ്ടത്തേക്ക് അപേക്ഷയൊക്കെ ആണെങ്കിൽ ഒരുപാട് നല്ലതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണ്, നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലാ മേഖലകളിലാണെങ്കിൽ നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ സൗകര്യങ്ങൾ ഇഷ്ടംപോലെ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല സൗകര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഈ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും നല്ല സൂപ്പറാണ്. എല്ലാം കൊണ്ടും നല്ലത് തന്നെ. വർദ്ധിച്ചു വരുന്ന ലഹരി അത് വരും തലമുറകൾക്ക് ഇനി ദോഷകരമായിട്ട് ബാധിക്കും. സ്കൂളിലെ പെട്ടിക്കടകളിലും തട്ടുകടകളിലും ഇത് മാത്രമേ വെക്കണുള്ളൂ. മെയിനായിട്ട് ഹാൻഡ്സ്, പാൻപരാഗ്, പുകയില വിൽപ്പനകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും പിള്ളേർക്ക് മറ്റുള്ളവർ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അവർ വാങ്ങി ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് അവർ ചീത്ത കാണുന്നത് സ്വഭാവങ്ങൾ. ആരോഗ്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ, പിന്നെ ആളുകളുടെ ഈ പുറത്തെ ഫുഡ് കാര്യങ്ങൾ, പിന്നെ അതൊക്കെ കുറച്ച് നിയന്ത്രണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ രോഗങ്ങൾക്ക് ശമനം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹോട്ടൽ ഫുഡാണ് അധികം. അപ്പോൾ ഹോട്ടൽ ഫുഡിൽ നിർദ്ദിക്കണമെങ്കിൽ ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ആ ഹോട്ടൽ ഫുഡില്ലാതെ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് ഹോട്ടൽ ആരെങ്കിലും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ മറ്റ് ഫുഡ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ളവരൊക്കെ ഇടപെടുത്തിയിട്ട് നമുക്ക് ഹോട്ടലുകൾ വൃത്തിയാക്കാം. ഒരു ഹോട്ടലുകളും ഇന്നത്തെ കാലത്ത് വൃത്തി എന്ന് പറയുന്നില്ല, ഒരു ഹോട്ടലിലും ഇല്ല. പരിസരം വൃത്തിയാക്കുക. ഈ ഓടകൾ, കാണകൾ ഇതെല്ലാം കെട്ടിക്കിടന്നതിൽ മാലിന്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന സൈഡിലുണ്ട് വലിയൊരു ഓടയുണ്ട്. അത് നമ്മൾ രാത്രി ആകുമ്പോൾ കാണേണ്ട അഴുക്കുകൾ, ഇതൊക്കെ വേസ്റ്റുകളൊക്കെ ഒഴുകി പോണത്. അപ്പോൾ അതിന് കൊതുകുകളുണ്ടാവും. കൊതുകുകൾ നിന്നിട്ട് നമുക്ക് പല രോഗങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വൃത്തിയാണ് ഇതിന് പ്രധാനം. പിന്നെ ഈ ഫുഡും മായം കലർന്ന് ഇപ്പം എന്തിലും മായമില്ലാതെ എല്ലാത്തിലും മായമാണ് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി, മസാലപ്പൊടി എല്ലാത്തിലും മായം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ളത് കിട്ടുന്ന അപൂർവമാണ്. അപ്പോൾ അതിലേക്ക് ഒരു നിയന്ത്രണങ്ങളും ശ്രദ്ധകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റങ്ങൾ വരും. പണ്ടെന്ന് വെച്ചാൽ നമ്മളെ അമ്മമാർ മല്ലി ഇടിക്കുക, മുളക് ഇടിച്ച്, തേങ്ങ അരച്ച്, ഇപ്പം എല്ലാം ഓട്ടോമാറ്റിക് മിക്സികളും അതൊക്കെ തന്നെയാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വ്യായാമം കിട്ടുന്നില്ല ഇല്ലേ. മുമ്പ് അങ്ങനെയല്ല, മുറ്റടിക്കൽ, അരക്കൽ, അലക്കൽ. ഇപ്പം അതൊന്നും ഇല്ലാണ്ട് ശരിക്കും ഒരു റോബോട്ടിൻ്റെ അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ അതിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നത്. ഇപ്പോഴത്തെ ഫുഡും ഒന്നും എല്ലാം മായം ചേർന്നത് കൊണ്ടാണ് ആളുകൾക്ക് അസുഖം വന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ദിവസം നമ്മളിപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളെ ദിനചര്യകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഉള്ളിലോട്ട് കടത്തേണ്ടത് ശരിക്കുള്ള നല്ലൊരു ശുദ്ധമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നടക്കുക.
നടന്നു കഴിയുമ്പോൾ തന്നെ നമ്മളെ ശരീരത്തിന് കുറേ എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പൽസ് വരെ ഉപയോഗിക്കാതെ നടക്കണമെന്നാണ് പറയണത്. പഴമക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കിട്ടുമെന്നാണ് പറയണത്.